നമസ്കാരം. റാഫ് ടോക്ക് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം. നെയ്മറെക്കുറിച്ച് ഒറ്റ കാര്യത്തിലേ തനിക്ക് സങ്കടമുള്ളൂ എന്ന് പറയുന്നു കാർലോ ആഞ്ചലോട്ടി. വേൾഡ് കപ്പിനുള്ള ബ്രസീൽ സ്ക്വാഡിൽ നെയ്മർ ജൂനിയറെ ഉൾപ്പെടുത്തിയത് തെറ്റായിപ്പോയോ എന്ന ചോദ്യം ഇന്നലെ അദ്ദേഹം ESPN കൊടുത്ത അഭിമുഖത്തിൽ വന്നു. ആ ചോദ്യത്തിലുള്ള അദ്ദേഹത്തിൻ്റെ മറുപടി, എനിക്ക് ഒറ്റ കാര്യത്തിലേ നെയ്മറെക്കുറിച്ച് സങ്കടമുള്ളൂ, അത് മറ്റൊന്നുമല്ല. അദ്ദേഹത്തിന് ആ സമയത്ത് ബ്രസീൽ ടീമിലേക്ക് വന്ന സമയത്ത് തുടക്കം മുതൽ ട്രെയിനിങ്ങുമായിട്ട് മുന്നോട്ട് പോകാൻ പറ്റിയില്ല. വേൾഡ് കപ്പിന് വേണ്ട വിധത്തിൽ പ്രിപ്പയർ ചെയ്യാൻ പറ്റിയില്ല. പരിക്കാണ് പ്രശ്നമായത്. അദ്ദേഹം കുറച്ചുകൂടി നല്ല ഷേപ്പിൽ ഫസ്റ്റ് ഗെയിം മുതലുണ്ടെങ്കിൽ, ഇപ്പോൾ 4ാമത്തെ ഗെയിമിനോ മറ്റോ ആണ് അദ്ദേഹം ഒന്ന് റെഡിയായി വരുന്നത്. അതിന് പകരം ഫസ്റ്റ് ഗെയിം മുതലേ അദ്ദേഹം ഉണ്ടായിരുന്നെങ്കിൽ എന്ന് ഞാൻ ആഗ്രഹിച്ചിട്ടുണ്ട്. ആ കാര്യത്തിൽ മാത്രമാണ് എനിക്ക് വിഷമമുള്ളൂ. ദാറ്റ് വാസ് ദി ഓൺലി തിങ് ദാറ്റ് ബോതേഡ് മീ. അതൊഴിവാക്കിയാൽ അദ്ദേഹത്തിൻ്റെ ആറ്റിറ്റ്യൂഡ് വളരെ പെർഫെക്റ്റ് ആയിരുന്നു. അദ്ദേഹം വളരെ മികച്ച രൂപത്തിലാണ് ട്രെയിനിങ് നടത്തിയത്. അദ്ദേഹം തൻ്റെ റിക്കവറിയിൽ നല്ല രൂപത്തിൽ ഫോക്കസ്ഡ് ആയിരുന്നു. അദ്ദേഹം ടീമിനെ ഒരുപാട് സഹായിച്ചിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ ടീംമേറ്റ്സിനെ അദ്ദേഹം സഹായിച്ചിട്ടുണ്ട്. തീർച്ചയായിട്ടും വളരെ സീരിയസ് ആയിരുന്നു. ട്രെയിനിങ്ങിൽ വളരെയധികം കോൺസെൻട്രേറ്റ് ചെയ്തിട്ടാണ് അദ്ദേഹം ഉണ്ടായിരുന്നത്. ഞാൻ വിചാരിക്കുന്നത് അദ്ദേഹത്തിന് ടെക്നിക്കൽ ലെവലിൽ ഒരുപാടൊന്നും കോൺട്രിബ്യൂട്ട് ചെയ്യാൻ പറ്റിയിട്ടില്ല, അത് അദ്ദേഹത്തെ കൊണ്ടാവുമായിരുന്നില്ല. പക്ഷേ ഇൻ ടേംസ് ഓഫ് ആറ്റിറ്റ്യൂഡ് നെയ്മർ വളരെ പോസിറ്റീവ് ആറ്റിറ്റ്യൂഡാണ് ഉണ്ടായിരുന്നത്. ഒരുപാട് അഫെക്ഷൻ. എനിക്ക് അദ്ദേഹത്തോട് വളരെ ഇഷ്ടമുണ്ട്, വളരെ സ്നേഹമുണ്ട്. അദ്ദേഹത്തിൻ്റെ ആറ്റിറ്റ്യൂഡിന് ഞാൻ അദ്ദേഹത്തോട് നന്ദിയും പറഞ്ഞിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ പെരുമാറ്റത്തിന് നന്ദി പറഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെയാണ് അദ്ദേഹത്തെ സ്ക്വാഡിലേക്ക് ഉൾപ്പെടുത്താൻ, വേൾഡ് കപ്പിനുള്ള 26 അംഗ സ്ക്വാഡിലേക്ക് ഉൾപ്പെടുത്താൻ ഞാനെടുത്ത തീരുമാനം 100% ശരിയായിരുന്നു എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് എന്നുകൂടി കാർലോ ആഞ്ചലോട്ടി പറയുന്നു. യെസ്, ബ്രസീലിയൻ ഫുട്ബോൾ പ്രേമികളും ചിന്തിക്കുന്നത് തന്നെയാണ്. നെയ്മർ ജൂനിയർക്ക് വേൾഡ് കപ്പ് തുടക്കം മുതൽ കളിക്കാൻ പറ്റിയിരുന്നെങ്കിൽ ഒരു പക്ഷേ കഥ മാറിയേനെ. വേണ്ടെന്നേ, നോർവെക്കെതിരെയുള്ള കളി മാത്രം 90 മിനിറ്റ് കളിക്കാൻ കഴിഞ്ഞിരുന്നെങ്കിൽ കഥ മാറിയേനെ. ആ തുടക്കത്തിൽ കിട്ടിയ പെനാൽറ്റി അത് ബ്രസീൽ ഗോളാക്കിയിരുന്നെങ്കിൽ, ബ്രൂണോ ഗുയിമാരസിനെ പിഴച്ചത് നെയ്മറാണ് എടുത്തിരുന്നെങ്കിൽ, തുടക്കത്തിൽ ബ്രസീൽ ലീഡ് എടുത്തിരുന്നെങ്കിൽ നോർവേയുടെ പണിവാളുമായിരുന്നു, ബ്രസീലിന് മുന്നേറാമായിരുന്നു. സോ ആഞ്ചലോട്ടി പറഞ്ഞ പോലെ ഒറ്റ കാര്യത്തിലാണ് നെയ്മറുടെ കാര്യത്തിൽ സങ്കടം. ഈ വേൾഡ് കപ്പിൽ തുടക്കം മുതൽ അദ്ദേഹത്തിന് കളിക്കാൻ പറ്റിയില്ലല്ലോ. പ്രത്യേകിച്ച് അദ്ദേഹത്തിൻ്റെ അവസാന വേൾഡ് കപ്പ് കൂടിയായി ഇത്. വീഡിയോ അവസാനിക്കുന്നു. ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സ് എത്താം.